ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വീണ്ടും പരോൾ. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കാണ് പരോൾ ലഭിച്ചത്. വർഷാവസാനം നൽകുന്ന സ്വാഭാവിക പരോൾ മാത്രമെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. പ്രതികൾക്ക് സംരക്ഷണം നൽകുമെന്ന CPM-ന്റെ ഉറപ്പാണ് ഇതിലൂടെ ബോധ്യപ്പെട്ടതെന്ന് കെ രമ MLA പ്രതികരിച്ചു. ഇനി ഭരണകാലാവധി ഒരു 4 മാസം കൂടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പ്രതികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക, ഞങ്ങൾ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ആ പ്രതികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സർക്കാരിന്റെ തന്ത്രപ്പാടാണിത്. അതുകൊണ്ടാണ് അവരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള നീക്കം പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ടി.കെ. രജീഷ് പുറത്തിറങ്ങി, ഇപ്പൊ 2 പേർ ഇപ്പൊ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടത് 45 ദിവസം സുഖചികിത്സ ടി.കെ. രജീഷ് കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ പരോള് കൊടുത്തിരിക്കുന്നത്. ജയിൽ പുള്ളികളുടെ അടുത്തു നിന്ന് പോലും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ കീഴിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ക്രിമിനലുകൾക്ക് യഥേഷ്ടം വിലസാൻ കഴിയുന്ന ഒരു ഭരണം ഒരുപക്ഷെ ഇനി കേരളത്തിൽ ഉണ്ടാകാനിരിക്കില്ല. ആ അടിഞ്ഞാട്ടം വടകരക്കാരെ, നിങ്ങൾ ജാഗ്രത പാലിക്കണം, നിങ്ങൾ ജാഗരൂകരായിരിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കാതും കണ്ണും കൂർപ്പിച്ച് നിൽക്കണം, നിങ്ങൾ സംരക്ഷണം ഒരുക്കണം. കാരണം കൊട്ടേഷൻ പ്രതികള് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, കൊട്ടേഷൻ സംഘങ്ങള് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏത് കൊട്ടേഷൻ സംഘങ്ങളാണ്? TPA ഒഞ്ചിയത്തിന്റെ മണ്ണില് TPA വെട്ടി വീഴ്ത്തിയ കൊട്ടേഷൻ സംഘങ്ങള് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം മറ്റൊന്നുമല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് CPM നേരിട്ട വലിയ ഒരു തിരിച്ചടിയുണ്ട്. എസ്പെഷ്യലി കണ്ണൂര്, കോഴിക്കോട്, വടകരയില് ഒക്കെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ പ്രതീക്ഷിക്കാത്ത വലിയ ഒരു തിരിച്ചടി അത് ഈ വടകരയുടെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊട്ടേഷൻ സംഘങ്ങള് പുറത്തിറങ്ങിയിട്ടുണ്ട്. വടകരക്കാര് ജാഗ്രത പാലിക്കണം. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയുടെ MP, നിങ്ങളുടെ ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിലാണ് വടകരക്കാരെ എന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ഡിസംബർ 13 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം, അന്ന് നിങ്ങളുടെ മേഖലകളിൽ പാനൂരിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലും പിണറായിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വലിയ തിരിച്ചടി നൽകിയപ്പോ ചുവന്ന റിബൺ കെട്ടി വടിവാളുകളേന്തി UDF സ്ഥാനാർത്ഥികളുടെ, അവരുടെ ബൂത്ത് ഏജന്റുമാരുടെ, അവരുടെ ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റുമാരുടെ ഒക്കെ വീടുകളിൽ കയറി കൊലവിളി നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒടുവിലെ പത്രം ഇന്നലെ പെരിന്തൽമണ്ണയില് 30 വർഷം CPM അടക്കി ഭരിച്ച പെരിന്തൽമണ്ണ നഗരസഭ, ആ നഗരസഭയുടെ ഭരണം നഷ്ടമായപ്പോ ആ പെരിന്തൽമണ്ണയിൽ ഈ പറയുന്ന CPM-ന്റെ ക്രിമിനൽ സഖാക്കൾ നടത്തിയ ആക്രമണം അതും നമ്മൾ ഇന്നലെ കണ്ടു. അതിന് തൊട്ട് പിന്നാലെ ഇതാ കൊട്ടേഷൻ സംഘങ്ങള്. ഏത് കൊട്ടേഷൻ സംഘങ്ങളെയാ? വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, TPA കൊല്ലാനോ ജിയത്തിന്റെ മണ്ണിലേക്ക് മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാറിൽ പറഞ്ഞു വിട്ട കൊട്ടേഷൻ സംഘം, ആ കൊട്ടേഷൻ സംഘം പുറത്തിറങ്ങിയിട്ടുണ്ട്, പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ലക്ഷ്യം ഷാഫി പറമ്പിലാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കണം, നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം അത്രയും വലിയ തിരിച്ചടിയാണ് വടകരയുടെ മണ്ണില് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനനായകന്റെ പ്രതിഫലനം ഉണ്ടാക്കിയിരിക്കുന്നത്, സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും സംശയമുണ്ടാവില്ല, CPM-കാരനും സംശയമില്ല. കാരണം 20ഉം 25ഉം വർഷക്കാലം പാർട്ടി ആഫീസ് പോലെ കൊണ്ടു നടന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും അവരെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ ജനം. കിടക്ക് പുറത്ത് എന്ന് വിജയനോട് പറഞ്ഞതുപോലെ ഇപ്പൊ ആ പാർട്ടി ആഫീസുകൾ എന്ന് സഖാക്കൾ കരുതിയ ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ ബോർഡ്? സഖാക്കൾക്ക് പ്രവേശനമില്ല. അങ്ങനത്തെ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും പ്രവേശിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ TP കേസിലെ പ്രതികൾ, കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങൾ പുറത്തിറങ്ങുമ്പോ നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ, ഇത് നിങ്ങളോടൊരു മുന്നറിയിപ്പ്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വലിയ ജാഗരൂകരായിരിക്കും എന്നുള്ളത് അറിയാം.
പക്ഷേ എന്നിരുന്നാലും ഒരു വാക്ക് കൊണ്ട് ഒന്നുകൂടി പലപ്പോഴും നമ്മൾ ഒരു ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അശ്രദ്ധയിലേക്ക് ഒരു അബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ നീങ്ങി പോകാറുണ്ടല്ലോ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം രാഷ്ട്രീയ പ്രതിയോഗികളെ വെട്ടി വീഴ്ത്തിയ ശീലവും പാരമ്പര്യവും ശീലങ്ങളും ചരിത്രവും മാത്രമേ CPM-നും സഖാക്കൾക്കും പറയാനുള്ളൂ. അതിന്റെ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒഞ്ചിയത്തിന്റെ മണ്ണില് TPയുടെ ചോര വീണ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവായിരുന്നില്ലേ TP ചന്ദ്രശേഖരൻ? അല്ലേ? കറകളഞ്ഞ സഖാവായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കറകളഞ്ഞ സഖാവായിരുന്നില്ലേ TP ചന്ദ്രശേഖരൻ? ഈ പറയുന്ന പാർട്ടിയുടെ തെമ്മാടിത്തരങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് പാർട്ടിയുടെ നിലപാടുകൾ നെറികേടുകളായി മാറിയപ്പോ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനാ TP ചന്ദ്രശേഖരൻ. ആ TPയുടെ ചോര വീഴ്ത്തിയത് സഖാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യത്തില് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് യാതൊരു സംശയവും ഇല്ല. അല്ലെ? ആ TPയെ വെട്ടി വീഴ്ത്താൻ വടകരയുടെ മണ്ണില് കൊട്ടേഷൻ സംഘങ്ങളെ ഇറക്കിക്കൊണ്ട് ഈ ക്രിമിനൽ സംഘങ്ങൾ കൃമാണി മനോജും കൊടിസിനിയും TK രജീഷും മുഹമ്മദ് ഷാഫിയും അടങ്ങുന്ന ക്രിമിനൽ സംഘങ്ങളെ ഇറക്കിക്കൊണ്ട് CPM ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തിയ ഈ ക്രിമിനൽ സംഘങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മളൊന്ന് ഭയപ്പെടണം. അതെങ്കിൽ നമ്മുടെ ഒരു ആശങ്കയുണ്ടാവണം. കാരണം അവർ പുറത്തിറങ്ങുന്ന സമയം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സമയമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം പറഞ്ഞു കടക്ക പുറത്ത് എന്ന്. പാർട്ടി ഗ്രാമങ്ങൾ തകർന്ന് തരിപ്പണമായി. കോട്ടകളെല്ലാം വിള്ളൽ വീണു. 30 വർഷവും അടക്കി ഭരിച്ചിരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന കൊലയാളി സംഘം പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കരുതിയിരിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കാരണം TPയെ പോലെ ഒരാൾ ഇനി വടകരയുടെ മണ്ണിൽ വീഴാൻ പാടില്ല. അത് നമുക്കൊരു മുന്നറിയിപ്പും ഒരു പാഠവുമായിരിക്കണം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു TPയുടേത്. ഒരൊറ്റ വെട്ടി തീർക്കുകയായിരുന്നു TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവിനെ. അല്ലല്ലോ. ഒഞ്ചിയത്തിന്റെ മണ്ണില് ഇത് TPയെ കാണുമ്പോ അല്ലെങ്കിൽ TPയുടെ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ TP എന്ന് പറയുന്ന ആ രണ്ടക്ഷരം കേൾക്കുമ്പോ ജനങ്ങളുടെ മനസ്സിൽ ഭയമുണ്ടാകണം എന്ന് കരുതിയല്ലേ ഒരൊറ്റ വെട്ടിന് തീർക്കാമായിരുന്നതിനെ 51 വെട്ടിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചത്. 51 വെട്ടി എന്ന് മാത്രമല്ല, TPയുടെ മൃതശരീരം കണ്ടവർ ആർക്കും അത് TP ആണെന്ന് തറപ്പിച്ച് പറയാനാവില്ലായിരുന്നു. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം വികൃതമാക്കപ്പെട്ടിട്ടില്ല TPയുടെ മുഖം എന്ന് പറയുന്നത്. TPയുടെ അമ്മയുടെ കഥ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആ അമ്മ ഇങ്ങനെ തടവി നോക്കി, കണ്ണിന് കാഴ്ച മങ്ങി തുടങ്ങിയ അമ്മ തന്റെ മകന്റെ മുഖം ഇങ്ങനെ തടവി നോക്കുകയാ. തടവി നോക്കിയിട്ട് ആ അമ്മ പറഞ്ഞു, ഇതെന്റെ TP അല്ല എന്ന്. കാരണം എന്താ? തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു തടവി നോക്കിയിട്ട്. അപ്പൊ അത്രയും ക്രൂരമായ ഒരു പൈശാചിക കൃത്യം നടത്തിയവരാണ് ഇന്ന് പരോളിൽ ഇറങ്ങിയിരിക്കുന്നത്. ആ പരോളിൽ പലവട്ടം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരോളിൽ പുറത്തിറങ്ങൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയും തീരുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ സൂചന എന്നോണം ഡിസംബർ 13 ഈ പാനൂർ മേഖലകളില് വടകരയുടെ സമീപ പ്രദേശങ്ങളില് നമ്മൾ കണ്ടതല്ലേ ഇവരുടെ കൊലവിളികള്, ഇവരുടെ ആക്രമണങ്ങള്, വടിവാളുകൾ ഏന്തിക്കൊണ്ട് വീടുകൾ കയറിക്കൊണ്ട് നടത്തിയ ഭീഷണികള് നമ്മൾ കണ്ടതല്ലേ. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന മുഹമ്മദ് ഷാഫിയും TK രജീഷും ഒക്കെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലക്ഷ്യം ഷാഫിയാണ് എന്നുള്ളത്.
ഇനി അതിനെന്താ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നേ. കാരണം ഷാഫിയുടെ ചോര വീഴ്ത്തിയ പേരാമ്പ്ര, ഷാഫിയുടെ മൂക്കിന്റെ പാലം അടിച്ച് പൊട്ടിച്ച പേരാമ്പ്ര, ആ പേരാമ്പ്രയുടെ മണ്ണിൽ ഷാഫിയുടെ മൂക്കിന്റെ പാലം അടിച്ച് പൊട്ടിച്ചിട്ട് ദിവസങ്ങൾ 2 കഴിഞ്ഞപ്പോ EP ജയരാജൻ എന്ന് പറയുന്ന സഖാവ്, ക്രിമിനൽ സഖാവ്, ആ സഖാവ് മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ഇപ്പൊ മൂക്കിന്റെ പാലമല്ലേ പൊട്ടിയുള്ളൂ, ഇനിയും കളിച്ചാൽ. ഇതേ EP തന്നെയായിരുന്നു TP ചന്ദ്രശേഖരനെ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ വിട്ടിവെച്ചതിന് 4 ദിവസം മുമ്പ് TPയെ ഞങ്ങൾ തീർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊലവിളി പ്രസംഗം നടത്തിയത്. അത് ഇതേ EP ജയരാജനാണ്. ഇതേ ക്രിമിനൽ ജയരാജനാണ് ഒഞ്ചിയത്തിന്റെ മണ്ണിലും കൊലവിളി നടത്തിയത്. അതേ EP ഷാഫി പറമ്പിലിന് നേരെയും കൊലവിളി നടത്തിയിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന കൊട്ടേഷൻ സംഘം, ക്രിമിനൽ സഖാക്കൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോയി കൂടാ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വടകരക്കാരെ നിങ്ങൾ ജാഗരൂകരാകണം, വടകരക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സംരക്ഷിച്ചു പിടിക്കണം എന്ന് പറയാനുള്ളതിന്റെ കാരണം ഷാഫി പറമ്പിൽ 24 മണിക്കൂറും ഉള്ളത് വടകരയുടെ മണ്ണിലാണ്. ആ വടകരയുടെ മണ്ണില് തന്റെ ജനങ്ങൾക്ക് വേണ്ടി അയാൾ ഇങ്ങനെ ഒരു നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോ അയാളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത വടകരക്കാരെ നിങ്ങളുടേതാണ് എന്ന് വീണ്ടും പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത് അത് നിങ്ങളുടെ ബാധ്യതയായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഓർത്തേ മതിയാകൂ. നിങ്ങൾ ഉറക്കം നടിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അശ്രദ്ധരായി പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.